സുഹൃത്തുക്കളെ, യന്ത്രാസ് ഓട്ടോമൊബൈൽസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഒരു വോക്സ്വാഗൺ വെൻറ്റോടെ ഒരു കംപ്ലൈൻറ്റുമായിട്ടാണ് വന്നേക്കുന്നത്. ഇത് ഒരു സ്ഥലത്ത് എൻജിൻ പണിത വണ്ടിയാണ്. ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീഡോമീറ്റർ വർക്ക് ചെയ്യുന്നില്ല. സ്പീഡോമീറ്റർ വർക്ക് ചെയ്യാത്തതിൻ്റെ പേരിൽ വണ്ടി റേസ് ആവുന്ന കാര്യങ്ങളൊന്നുമില്ല. അതായത് പ്രോപ്പറായിട്ട് വണ്ടി വലിക്കില്ല. അതെ, ഫുൾ ആക്സിലേറ്റർ കൊടുത്ത് പിടിച്ചേക്കുവാണ്, ഫുള്ള് ചവിട്ടി പിടിച്ചേക്കുക. പക്ഷേ വണ്ടി ഇത്ര RPM കയറത്തുള്ളൂ. ഇത് സാധാരണഗതിയിൽ ഈ പ്രശ്നം വരാറെപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഈ സ്പീഡോമീറ്ററിൻ്റെ വയർ ഡിസ്കണക്റ്റ് ആയി കിടക്കുകയോ, ഇല്ലെങ്കിൽ മറ്റേ സ്പീഡോമീറ്റർ സെൻസർ സാധാരണഗതിയിൽ അതിൻ്റെ മുകളിലെ കപ്പ് ഊരിയിട്ടാണ് എല്ലാവരും വണ്ടിയുടെ ഗിയർ ബോക്സ് ഇറക്കുന്നത്. അപ്പോൾ ആ കപ്പിൻ്റെ ഉള്ളിൽ മറ്റേ ഒരു സാധനമുണ്ട്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. ഇതാണ് നിലവിലെ കംപ്ലൈൻറ്റ്. വണ്ടി ഒരു സ്ഥലത്ത് ശരിക്കും എൻജിൻ പണിത വണ്ടിയാണ്. വണ്ടി വലിക്കാത്തതിൻ്റെ പേരിലാണ് നമ്മുടെ അടുത്ത് കൊണ്ടുവന്നത്. പിന്നെ ബാക്കിലെ സെൻസർ ബാക്കിലായിട്ടാണ് വരുന്നത്. ആ സെൻസർ ഊരി വെച്ച് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ശരിക്കും സ്പീഡോമീറ്റർ സെൻസർ വരുന്നത്. ഇരിക്കുന്ന സാധനമാണ്. ഈ സാധനത്തിനകത്ത് അതിനകത്തൊരു നീഡിലുണ്ട്. ശരിക്കും ഇവിടെയായിട്ടാണ് ഫിറ്റായിട്ടിരിക്കുന്നത്. അതിനകത്ത് നീഡിൽ ഇട്ടിട്ടില്ല. അതാണ് കംപ്ലൈൻറ്റ്. ഇത് കൂട്ടൊരു നീഡിൽ വരും ഈ സെൻസറിൻ്റെ ഉള്ളിൽ. അതിന് സെക്കൻഡ് വേറെ സെൻസർ വാങ്ങേണ്ട വന്നു. ഇതുണ്ടോ, ഇതിൻ്റെ അകത്ത് ഈ നീഡിൽ ഇട്ടേച്ച് വേണം പിടിപ്പിക്കാൻ. ആ സാധനം വണ്ടിയുടെ ഉള്ളിൽ നിലവിൽ ഞാൻ മാറിയതിന് ശേഷമുള്ളത് കാണിച്ചു തരാം. വണ്ടിയുടെ അവസ്ഥ പിന്നെ ഉണ്ട്. റെഡി ആയിട്ടുണ്ട്.